നമസ്കാരം. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു അധികാരവും കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അധികാരം പാർട്ടി കൊടുത്താൽ പോലും അത് കോടതി അലക്ഷ്യമാകും, അല്ലെങ്കിൽ കോടതി ലംഘനമാകും. കൂടാതെ ഡൽഹി ഗവർണറുടെ നിർദ്ദേശപ്രകാരം NIA അന്വേഷണമൊക്കെ നടത്തേണ്ടി വരും. ആ ഒരു കേസ് വഴികാതെ തന്നെ വരും. കാരണം ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഖലിസ്ഥാൻ സംഘടന പണം നൽകിയതായി ഗുർപന്ത് സിംഗ് പന്നു അന്ന് പ്രസ്താവിച്ചിരുന്നു. അത് ആം ആദ്മി സർക്കാരിന് വലിയൊരു വിവാദം സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഗവർണറുടെ അടുത്തേക്ക് പരാതികൾ എത്തിയത്. ആ പരാതി ഗവർണർ ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ അന്വേഷണം നിലവിൽ ഉടനെ തന്നെ NIA ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഡൽഹി മദ്യനയ കേസിൽ 6 മാസത്തിന് ശേഷം ജാമ്യം കിട്ടിയെങ്കിലും കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ അനുസരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ കെജ്രിവാളിന് പോകാനാകില്ല. ലഫ്റ്റനന്റ് ജനറൽ VK സക്സേനയുടെ അനുമതിയില്ലാതെ ഫയലുകളിൽ പേന കൊണ്ട് ഒപ്പിടാൻ പോലും പറ്റില്ല. കെജ്രിവാൾ കേസിനെ കുറിച്ച് പൊതുപ്രസ്താവനകളൊന്നും നടത്തരുതെന്നും പ്രത്യേക ഇളവ് അനുവദിച്ചില്ലെങ്കിൽ വിചാരണ കോടതിയിലെ ഹിയറിങ്ങുകൾക്കെല്ലാം ഹാജരാകണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് 6 മാസമായി ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പുറപ്പെടുവിച്ചത്. ജാമ്യത്തിനായി ആദ്യം വിചാരണ കോടതിയെ സമീപിക്കാത്ത കെജ്രിവാളിന്റെ നടപടിയെ CBI എതിർത്തിരുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന് സുപ്രീം കോടതിയാണ് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. എന്നാൽ CBI കേസിൽ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് തിഹാർ ജയിലിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ജാമ്യം കിട്ടുന്നതോടെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയും. അനന്തകാലം ഒരാളെ ജയിലിലിടുന്നത് ശരിയല്ലെന്നും ഈ കേസിൽ വിചാരണ ഉടനൊന്നും തുടങ്ങില്ലെന്നും സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിധേയമല്ല എന്ന് കെജ്രിവാളിന്റെ വക്കീൽ വാദിച്ചപ്പോൾ നിയമവിധേയമാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മദ്യനയ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് 5-ന് ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധി ചോദ്യം ചെയ്തതുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സെപ്റ്റംബർ 5-ന് വാദം കേട്ട സുപ്രീം കോടതി വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അന്ന് ED കസ്റ്റഡിയിലായിരുന്ന കെജ്രിവാളിനെ CRPC 41A പ്രകാരം ചോദ്യം ചെയ്യാൻ അനുവാദം വാങ്ങിയ ശേഷം CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മാർച്ച് 21-നാണ് സംഭവത്തിൽ ആദ്യം അറസ്റ്റ് ഉണ്ടായത്. അന്ന് ED ആണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് മെയ് 10-ന് സുപ്രീം കോടതി കെജ്രിവാളിന് 21 ദിവസം ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യ കാലാവധി അവസാനിച്ച അദ്ദേഹം ജൂൺ 2-ന് ജയിലിലേക്ക് മടങ്ങുന്നു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും നാളെ മുതൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ചെന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തനം നടത്താനോ പറ്റില്ല. അഴിമതി കാണിച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമേ കെജ്രിവാളിനെ ഡൽഹിയിലും അതുപോലെ പാർട്ടി ഓഫീസിലും കയറി നടക്കാൻ പറ്റൂ. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരു അധികാരമോ ഒരു പവറോ കെജ്രിവാളിന് ഇനി കിട്ടില്ല. കൂടാതെ ഗുർപന്ത് സിംഗ് പന്നു, അതായത് ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്നും പണം കൈപ്പറ്റി ഒരു ആരോപണം നിലനിൽക്കുന്നതിനാൽ ഉടനെ തന്നെ NIA അന്വേഷണവും വരുന്നുണ്ട്. അതിൽ NIA കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചാൽ NIAക്ക് CBI ED പോലെയല്ല, പവർ കൂടുതലാണ്. 90 ദിവസത്തോളം കെജ്രിവാളിനെ NIAക്ക് കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കും. അതിന് കോടതി പോലും ചോദ്യം ചെയ്യേണ്ടി വരില്ല.